കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ നേരെ മൂന്നാറിലെത്തിയപ്പോൾ തന്നെ ലേറ്റായി, രാത്രി ആവാറായിരുന്നു സമയം. നമ്മൾ മൗണ്ട് വ്യൂ പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിൽ റൂമൊക്കെ എടുത്തിരുന്നു മുന്നേ. അങ്ങനെ അവിടെ എത്തി. അവിടെ എല്ലാവരും റൂമുകളൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് രാത്രി കണ്ടപ്പോൾ തന്നെ തോന്നി കേട്ടോ. കുട്ടികളെല്ലാവരും പൂളിൻ്റെ അവിടേക്കാണ് ഓടിയത്, പൂള് കാണാൻ വേണ്ടിയിട്ട്. അവർ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പൂളിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തി ബാഗും ലഗേജുകളൊക്കെ കൊണ്ടുവച്ചു. ഡ്രസ്സ് മാറ്റി അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പൂളിൽ നമ്മൾ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല ഡാൻസ് കളിച്ചിട്ടും ഒക്കെ നമുക്ക് വെള്ളത്തിൽ കളിക്കാനും രസിക്കാനും ഒക്കെ പറ്റി. മക്കളെല്ലാവരും ഞങ്ങളെല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ മോർണിംഗ് ആയപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ കാണാൻ. ആ റിസോർട്ടിൻ്റെ സൈഡിലായിട്ട് മഞ്ഞ് നിറയെ കോട ഇറങ്ങിയിട്ടും ഇതായിട്ടൊക്കെ പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫ്രഷായി എല്ലാവരും കുളിയും ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ച അതേ ഹോട്ടലിൽ തന്നെ കയറിയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പെട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ബായൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ബൊഫേ ആയിരുന്നു, വേണ്ടത് കഴിക്കുക. ചപ്പാത്തി, പൊറോട്ട, പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു, ഇഡ്ഡലി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് കഴിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. പിന്നെ നല്ല ഒരു കാലാവസ്ഥ പറയുന്നതൊക്കെ മാറിയിരുന്നു. നല്ല മഞ്ഞും ഒക്കെ മൂടിയിട്ടുള്ളതായിരുന്നു. മഴേൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല കോടയായിരുന്നു ഇറങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര തുടങ്ങി വീണ്ടും. എന്തൊരു രസമാണ് അറിയാം. ഞങ്ങൾ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടുന്ന് ഡാൻസും പാട്ടോ നല്ല സൗണ്ടിൽ ബസ്സിൽ വയനാടിൽ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ മുന്നിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു ഞങ്ങൾ കേട്ടോ. നല്ല വൈബായിരുന്നു. നമ്മളെ കൂടെയുള്ള ആൾക്കാരനെ നല്ല വൈബുള്ള ആൾക്കാരാകുമ്പം തന്നെ നമുക്ക് നല്ല എൻജോയ് ചെയ്യാനുള്ള യാത്ര അതാണ് കേട്ടോ. നമ്മൾ ഫാമിലി എല്ലാവരും അതെ ഒന്നിനൊന്നിന് നമ്മളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഡാം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഡാമിലെത്തി. നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം. മഴ ഉണ്ടെങ്കിലും നമ്മളെല്ലാ സ്ഥലത്തും പോയി കണ്ടു. തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയായി എത്തിയപ്പോൾ. അപ്പോൾ ഇപ്രാവശ്യത്തെ ടൂറ് നല്ല അടിപൊളിയായിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.